ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഇംഗ്ലീഷ് SCERT ബേസ്ഡ് ആയിട്ടാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൽ വരുന്ന കുറേ അധികം സിനോണിംസ് ആണ് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നോക്കുക, ആദ്യത്തേത് വേർഡ് അബ്സേർഡ്. അബ്സേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൈൽഡ്ലി അൺറീസണബിൾ ഓർ ഇൻഅപ്രോപ്രിയേറ്റ്. ടെക്സ്റ്റിൽ തന്നിട്ടുള്ള മീനിങ് ആണ്. അബ്സേർഡ് എന്താണ്? വൈൽഡ്ലി അൺറീസണബിൾ ഓർ ഇൻഅപ്രോപ്രിയേറ്റ് എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് PSC ആൻസർ തരാറുള്ളത് ഫൂളിഷ് എന്നാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ എഴുതി വെച്ചേക്കുക. ഫൂളിഷ് എന്നാണ് മീനിങ് തരാറുള്ളത്. അബ്സേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൂളിഷ് അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ വൈൽഡ്ലി അൺറീസണബിൾ, ഇതെല്ലാം എന്താണ്? അബ്സേർഡ് ആണ്. അപ്പോൾ അബ്സേർഡിൻ്റെ എക്സാമ്പിളും അവർ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ കേട്ടോ. നോക്കുക, യുവർ ഐഡിയ ഓഫ് സ്റ്റാർട്ടിങ് എ ഷോപ്പ് ഇൻ ദി മിഡിൽ ഓഫ് ദി ജംഗിൾ ഈസ് അബ്സേർഡ്. എന്താണ്? ഒരു ജംഗിൾ, കാട്ടിൻ്റെ നടുക്ക് കൊണ്ടുപോയിട്ട് ഒരു ഷോപ്പ് തുടങ്ങുക എന്ന നിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് അത് ഫൂളിഷ് ആണ് അല്ലേ? അപ്പോൾ അത് അബ്സേർഡ് ആണ്. ആ ഒരു മീനിങ് ആണ് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻഅപ്രോപ്രിയേറ്റ് ആണ് അല്ലെങ്കിൽ ഫൂളിഷ് ആണ്, വൈൽഡ്ലി അൺറീസണബിൾ ആണ് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ അബ്സേർഡ് കിട്ടിയല്ലോ. അടുത്തത് അബൈസ്. അബൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡീപ്പ് ഓർ seemingly bottomless space. ഒരു ഡീപ്പ്, ഓക്കെ, ആഴത്തിലുള്ള ഡീപ്പ് അല്ലെങ്കിൽ സീമിംഗ്ലി ബോട്ടംലെസ് സ്പേസ്. ബോട്ടം നമുക്ക് താഴ്ഭാഗം കാണാൻ പറ്റാത്ത തരത്തിലുള്ള സ്ഥലങ്ങൾ, ആഴത്തിലുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ അബൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അബൈസ് അതായത് ഗർത്തം. ഓക്കെ, ഗർത്തങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് അബൈസ്, ഗർത്തം എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ എ റോപ്പ് ലെഡ് ഡൗൺ ഇൻ ടു ദി ഡാർക്ക് അബൈസ്. ഓക്കെ, അപ്പോൾ അബൈസ് എന്താണ്? ഗർത്തം എന്നാണ് അർത്ഥം. എ ഡീപ്പ് ഓർ സീമിംഗ്ലി ബോട്ടംലെസ് സ്പേസ്. നമുക്ക് കാണാൻ, അതിൻ്റെ അവസാന ഭാഗം നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ കടലിൻ്റെ അങ്ങേ അറ്റം നമുക്ക് കാണാൻ പറ്റുമോ? അടിത്തട്ട് നമുക്ക് കാണാൻ പറ്റുമോ? ഗർത്തങ്ങൾ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ബോട്ടം കാണാൻ പറ്റില്ല. അങ്ങനെയുള്ളതിനെയാണ് നമുക്ക് അബൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എയ്ക്ക്. എയ്ക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിയർ ടു ഫീൽ ഇൻറ്റൻസ് സാഡ്നെസ് ഓർ കമ്പാഷൻ. ടു ഫീൽ ഇൻറ്റൻസ് സാഡ്നെസ് ഓർ കമ്പാഷൻ എന്ന് വെച്ചാൽ എന്താണ്? വേദന. അതായത് എക്സാമ്പിൾ നോക്കുക, ഇറ്റ് മെയ്ഡ് മൈ ഹാർട്ട് ഏക്ക് വെൻ ഐ സോ ദി സഫറിങ്സ് ഓഫ് ദി പീപ്പിൾ ഇൻ ദി വില്ലേജ്. ഗ്രാമത്തിലെ ജനങ്ങൾ സഫർ ചെയ്യുന്നത് കണ്ടപ്പോൾ എൻ്റെ എന്താണ്? ഹൃദയത്തിൽ ഭയങ്കര വേദന തോന്നി എന്നുള്ള ആ ഒരു വേദനയുണ്ടല്ലോ, അതാണ് ഏക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ടു ഫീൽ ഇൻറ്റൻസ് സാഡ്നെസ് ഓർ കമ്പാഷൻ, അതാണ് ഏക്ക്. ഓക്കെ, കിട്ടിയോ? അടുത്തത് അക്കോലൈറ്റ്. അക്കോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ പേഴ്സൺ who helps a priest in certain religious ceremonies. റിലീജിയസ് സെറമണീസിൽ പ്രീസ്റ്റിനെ, പള്ളിയിലെ അച്ഛന്മാരെ സഹായിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ അക്കോലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പുരോഹിതന്മാരെ സഹായിക്കുന്ന ആളുകളെയാണ് എന്തെന്ന് പറയുന്നത്? അക്കോലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മതപരമായിട്ടുള്ള ചടങ്ങുകളിലൊക്കെ പുരോഹിതന്മാരെ സഹായിക്കുന്ന വ്യക്തികളാണ് അക്കോലൈറ്റ്. എ പേഴ്സൺ who helps a priest in the certain religious ceremony. ഇവിടെ നോക്കുക, he learned all the religious ceremonies by serving as an acolyte to the priest. പ്രീസ്റ്റിൻ്റെ അക്കോലൈറ്റ് ആയിട്ട് നിന്നിട്ട് അവിടെയുള്ള എല്ലാ റിലീജിയസ് സെറമണീസും അവൻ പഠിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? പ്രീസ്റ്റിൻ്റെ ഹെൽപ്പറായിട്ട് നിൽക്കുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? അക്കോലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അഫ്ലോട്ട്. അഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന എന്ന് പറയുന്ന മീനിങ് ആണ് കേട്ടോ. ഫ്ലോട്ടിങ് ഇൻ വാട്ടർ, നോട്ട് സിങ്കിങ്, താഴ്ന്നു പോവാതെ വെള്ളത്തിന് മീതെ പൊന്തി കിടക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? അഫ്ലോട്ട് എന്ന് പറയുന്നത്. നോക്കുക, വെലാസ്കോ ട്രൈ ടു കീപ് ദി റാഫ്റ്റ് അഫ്ലോട്ട്. ഓക്കെ, അപ്പോൾ അഫ്ലോട്ട് എന്താണ്? വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടക്കുക. അപ്പോൾ നമ്മൾ നീന്താൻ അറിയാത്തവരൊക്കെ നീന്താൻ വേണ്ടി പോകുമ്പോൾ ഒരു ട്യൂബൊക്കെ കൊണ്ടുപോകും അല്ലേ, വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട്. അതിനെയാണ് അഫ്ലോട്ട് എന്ന് പറയുന്നത്. ഫ്ലോട്ടിങ് ഇൻ വാട്ടർ, നോട്ട് സിങ്കിങ്. അടുത്തത് അലോഫ്റ്റ് ആണ്. അലോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നോക്കുക, അപ്പ് ഇൻ ദി എയർ, അപ്പ് ഇൻ ദി എയർ, ഓവർ ഹെഡ്. അപ്പോൾ എന്താണ്? ഇങ്ങനെ എയറിൽ ഇങ്ങനെ പറക്കുന്നത്, അതായത് പാരച്യൂട്ടൊക്കെ ഇല്ലേ, അത്. നോക്കുക, വൈൽ ക്രോസിംഗ് ദി സ്ട്രീം ഹി ഹെൽഡ് ദി ബുക്ക് അലോഫ്റ്റ് സോ ദാറ്റ് ഇറ്റ് വുഡിൻ ഗെറ്റ് വെറ്റ്. ഓക്കെ, അപ്പോൾ അപ്പ് ഇൻ ദി എയർ, പാരച്യൂട്ടൊക്കെ ഇങ്ങനെ പറന്ന് നിൽക്കുന്നില്ലേ, അപ്പോൾ അതിനെയാണ് നമ്മൾ അലോഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അമിഡ്. അമിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ദി മിഡിൽ ഓഫ് അവർ ഡ്രീം ഹോം ഈസ് സെറ്റ് അമിഡ്
ദ മാഗ്നിഫിസൻറ്റ് കൺട്രി സൈഡ്. എന്താണ്? അതായത് നടുക്ക് എന്നുള്ള അർത്ഥമാണ്. ഇൻ ദി മിഡിൽ ഓഫ്. ഓക്കെ, ഇൻ ദി മിഡിൽ ഓഫ്, അതായത് അവർ ഡ്രീം ഹോം ഈസ് സെറ്റ് അമിഡ് ദി മാഗ്നിഫിസൻറ്റ് കൺട്രി സൈഡ്. ഞങ്ങളുടെ ഡ്രീം ഹോം എവിടെയാണ്? മാഗ്നിഫിസൻറ്റ് കൺട്രി സൈഡിൻ്റെ മിഡിലാണ് എന്നാണ് പറയുന്നത്. അപ്പം അമിഡ് എന്ന് പറയുമ്പോൾ മിഡ് ആ വേർഡ് പോലെ തന്നെയാണ്, ഇടയ്ക്ക് അല്ലെങ്കിൽ നടുക്ക് എന്ന മീനിങ് ആണ് കേട്ടോ. ഇൻ ദി മിഡിൽ ഓഫ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം ഇത്രയും വേർഡ്സ്. അബ്സേർഡ്. അബ്സേർഡ് എന്താണ്? ഫൂളിഷ് എന്നുള്ള മീനിങ് ആണ്. വൈൽഡ്ലി അൺറീസണബിൾ അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് എന്ന് പറയുന്ന മീനിങ് ആണ്. അബൈസ് എന്താണ്? അബൈസ് എ ഡീപ്പ് ഓർ സീമിംഗ്ലി ബോട്ടംലെസ് സ്പേസ് ആണ്, ഗർത്തം. അതിനെയാണ് അബൈസ് എന്ന് പറയുന്നത്. ഏക്ക് എന്ന് വെച്ചാൽ എന്താണ്? വേദനയാണ്. ഓക്കെ, അതായത് ടു ഫീൽ ഇൻറ്റൻസ് സാഡ്നെസ് ഓർ കമ്പാഷൻ. അക്കോലൈറ്റ്. അക്കോലൈറ്റ് എന്താണ്? പുരോഹിതരെ സഹായിക്കുന്ന വ്യക്തികൾ അല്ലെ? പേഴ്സൺ ഹു ഹെൽപ്സ് എ പ്രീസ്റ്റ് ഇൻ സർട്ടൻ റിലീജിയസ് സെറിമണീസ്. അഫ്ലോട്ട്. അഫ്ലോട്ട് എന്താണ്? വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് അല്ലേ? അതായത് ഫ്ലോട്ടിങ് ഇൻ വാട്ടർ, നോട്ട് സിങ്കിങ്. അലോഫ്റ്റ് എന്ന് പറഞ്ഞാൽ എയറിൽ ഇങ്ങനെ നിൽക്കുന്നത്, പാരച്യൂട്ട് അല്ലെ? അപ്പ് ഇൻ ദി എയർ, ഓവർ ഹെഡ് എന്നുള്ള മീനിങ് ആണ് അലോഫ്റ്റ്. അമിഡ് എന്താണ്? ഇൻ ദി മിഡിൽ ഓഫ് അവർ ഡ്രീം. ഓക്കെ, ഇൻ ദി മിഡിൽ ഓഫ് അതായത് ഇടയ്ക്ക് എന്നുള്ള അർത്ഥമാണ്, നടുക്ക്. അവർ ഡ്രീം ഹോം ഈസ് സെറ്റ് അമിഡ് ഇൻ മാഗ്നിഫിസൻറ്റ് കൺട്രി സൈഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം ഇൻ ദി മിഡിൽ ഓഫ് എന്നുള്ള മീനിങ് ആണ് എന്ത് വരുന്നത്? അമിഡ് വരുന്നത്. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. അടുത്ത വേർഡ്സ് നോക്കാം. ഓഡിയൻസ്. ഓഡിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാണികൾ അല്ലേ? ഓഡിയൻസ് എന്ന് വെച്ചാൽ കാണികളാണ്. ദ സ്പെക്ടാറ്റേഴ്സ് ഓർ ലിസണേഴ്സ് അസംബിൾഡ് അറ്റ് എ പബ്ലിക് ഇവൻറ്റ് സച്ച് ആസ് എ പ്ലേ, ഫിലിം, കൺസേർട്ട് ഓർ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഒരു പ്ലേ നടക്കുവാണ്, ഒരു ഫിലിം നടക്കുവാണ്. അപ്പോൾ അത് കാണാനായിട്ട് അല്ലെങ്കിൽ കേൾക്കാനായിട്ട് വന്നിട്ടുള്ള എന്താണ് ആളുകളെയാണ് നമ്മൾ എന്താ പറയുക? ഓഡിയൻസ് എന്ന് നമ്മൾ പറയുന്നത്. ദ പ്രോഗ്രാം അട്രാക്റ്റഡ് ആൻഡ് ഓഡിയൻസ് ഓഫ് ഓൾമോസ്റ്റ് 20,000. ഓക്കെ, അപ്പോൾ ഓഡിയൻസ് എന്താണെന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. അടുത്ത വേർഡാണ് ഓഗസ്റ്റ്. ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് മീനിങ് വരുന്നത്? ഇംപ്രസീവ് അല്ലെങ്കിൽ വർത്തി ഓഫ് റെസ്പെക്റ്റ്, നോബിൾ എന്നുള്ള മീനിങ് ഒക്കെയാണ് കേട്ടോ. ഓഗസ്റ്റിൻ്റെ മീനിങ് എന്തൊക്കെയാണ്? ഇംപ്രസീവ് അല്ലെങ്കിൽ വർത്തി ഓഫ് റെസ്പെക്റ്റ്, നോബിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കുക. ദ മീറ്റിംഗ് വാസ് അറ്റൻഡഡ് ബൈ ആൻ ഓഗസ്റ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത് ആരാണ്? ഒരു റെസ്പെക്റ്റ് ഉള്ള കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ റെസ്പെക്റ്റ്, വർത്തി ഓഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഇംപ്രസീവ് എന്ന് പറയുന്ന മീനിങ് ആണ് ഓഗസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ബാറ്റേർഡ്. ബാറ്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമേജ്ഡ് ബൈ റിപ്പീറ്റഡ് ബ്ലോസ്. എന്താണ്? തകർക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ബാറ്റേർഡ്. ദ തീവ്സ് ബാറ്റേർഡ് ഡൗൺ ദി ഡോർ. എന്താണ്? കള്ളന്മാർ ഡോറൊക്കെ തകർത്തെറിഞ്ഞു അല്ലേ? അപ്പോൾ ആ ഒരു മീനിങ് ആണ്, തകർത്തു എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. ഡാമേജ്ഡ് ബൈ റിപ്പീറ്റഡ് ബ്ലോസ്. അടുത്തത് ബിയറിങ്സ്. ബിയറിങ്സ് എന്താണ്? നോക്കുക. അവയർനെസ് ഓഫ് വൺസ് പൊസിഷൻ റിലേറ്റീവ് ടു വൺസ് സറൗണ്ടിങ്സ്. അതായത് ഓരോരുത്തരുടെ സ്ഥിതി എന്ന് പറയില്ലേ നമ്മൾ, അവരുടെ സ്ഥിതി ഇങ്ങനെയാണ്, ആ ഒരു സ്ഥിതി എന്ന് പറയുന്നതിനെയാണ്, ഒരാളുടെ അവസ്ഥ, ഒരാളുടെ സ്ഥിതിയെ പറ്റി പറയുന്നതിനെയാണ് ബിയറിങ്സ് എന്ന് പറയുന്നത്. അവയർനെസ് ഓഫ് വൺസ് പൊസിഷൻ റിലേറ്റീവ് ടു വൺസ് സറൗണ്ടിങ്സ് എന്നുള്ളതാണ് ബിയറിങ്സിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണികൾ, നമുക്കറിയാം. ദ ലിസണേഴ്സ് അസംബിൾഡ് അറ്റ് എ പബ്ലിക് ഇവൻറ്റ് സച്ച് ആസ് എ പ്ലേ, ഫിലിം, കൺസേർട്ട് ഓഫ് മീറ്റിംഗ്. ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇംപ്രസീവ്, വർത്തി ഓഫ് റെസ്പെക്റ്റ്, നോബിൾ. ബാറ്റേർഡ് എന്താണ്? ഡാമേജ്ഡ് ബൈ റിപ്പീറ്റഡ് ബ്ലോസ്. ബിയറിങ്സ് എന്ന് പറഞ്ഞാൽ അവയർനെസ് ഓഫ് വൺസ് പൊസിഷൻ റിലേറ്റീവ് ടു വൺസ് സറൗണ്ടിങ്സ്. ഓക്കെ, ഇനി അടുത്ത വേർഡാണ് ബെല്ലോസ്. ബെല്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് തീ കത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ബ്ലാക്ക് സ്മിത്ത് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ബെല്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ആൻ എക്യുപ്മെൻറ്റ് ദാറ്റ് ബ്ലോസ് എ സ്ട്രോങ് കറന്റ് ഓഫ് എയർ ടു മേക്ക് ഫയർ ബേൺ മോർ ഫിയേഴ്സ്ലി. ഓക്കെ, ദ ബ്ലാക്ക് സ്മിത്ത് വർക്ക്ഡ് വിത്ത് ദി ബെലോസ് ടു മേക്ക് ദ പീസ് ഓഫ് ആൻ അയേൺ ഹോട്ട്. ഓക്കെ, തീ കത്തിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് സ്മിത്ത് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് ബെല്ലോ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് ബോയ്ക്കോട്ട്. ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു റെഫ്യൂസ് ടു ബൈ, യൂസ് ഓർ ടേക്ക് പാർട്ട് ഇൻ സംതിങ് ആസ് എ വേ ഓഫ് പ്രൊട്ടസ്റ്റിംഗ്. എന്താണ് പറയുന്നത്? ടു റെഫ്യൂസ് ടു ബൈ. ടു റെഫ്യൂസ് ടു ബൈ എന്ന് പറയുമ്പോൾ
എന്താണ് ബഹിഷ്കരിക്കുക. ഓക്കെ, ബഹിഷ്കരിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് എക്സാമ്പിൾ നോക്കാം. വി ആർ ആസ്കിങ് പീപ്പിൾ ടു ബോയ്ക്കോട്ട് ദി ഗുഡ്സ് ഓഫ് കമ്പനീസ് ദാറ്റ് എംപ്ലോയ് ചിൽഡ്രൻ. ചിൽഡ്രൻസ് ജോലി ചെയ്യുന്നത്, അതായത് ബാലവേല ചെയ്യുന്ന കമ്പനികളിൽ നിന്നുള്ള ഗുഡ്സ് എന്ത് ചെയ്യണം, ബഹിഷ്കരിക്കണം എന്ന് നമ്മൾ ആളുകളോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ബഹിഷ്കരിക്കുക എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, ബോയ്ക്കോട്ട്, ബഹിഷ്കരിക്കുക. അപ്പോൾ ബോയ്സ് പണി, അത് ആ ഒരു എക്സാമ്പിൾ തന്നെ ഓർത്താൽ മതി. ബോയ്സ് പണി ചെയ്തുണ്ടാക്കുന്ന എന്താണ് ഡ്രസ്സ്, ഗുഡ്സ് ഒക്കെ എന്താണ്, അത് നമ്മൾ കളയണം എന്നാണ് പറയുന്നത്. അപ്പോൾ ബഹിഷ്കരിക്കണം, ബോയ്ക്കോട്ട്, ആ രീതിയിൽ ഓർത്തിരിക്കുക. അടുത്തത് ബ്രാമ്പിൾ. ബ്രാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കുക, എ പ്രിക്ലി ഷ്രബ് ഓഫ് ദി റോസ് ഫാമിലി. റോസ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസാപ്പൂ, റോസാപ്പൂവിൻ്റെ ഫാമിലിക്ക് എന്താണ് പ്രത്യേകത, മുള്ളുണ്ടാവും അല്ലേ. അങ്ങനെ മുള്ളുകളുള്ള ഷ്രബ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ബ്രാമ്പിൾ എന്ന് പറയുക. ഓക്കെ, മുള്ളുകളുള്ള എല്ലാ എന്താണ് ഷ്രബ്സിനെയും നമ്മൾ എന്തെന്ന് പറയും, ബ്രാമ്പിൾ എന്ന് പറയും. അടുത്തത് ബ്രോണി. ബ്രോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് സ്ട്രോങ് ആയിട്ടുള്ള മസിൽസ് ഉള്ള ആളുകൾ. ഓക്കെ, ഹാവിങ് സ്ട്രോങ് മസിൽസ്, അങ്ങനെയുള്ള ആളെയാണ് ബ്രോണി എന്ന് പറയാം. ഹി വാസ് എ ഗ്രേറ്റ് ബ്രോണി മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള മസിൽസ് ഉള്ള ആളാണ് അദ്ദേഹം എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, അടുത്തത് ക്യാബിനെറ്റ്. ക്യാബിനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എ പീസ് ഓഫ് ഫർണിച്ചർ വിത്ത് ഡോർസ് അല്ലെങ്കിൽ ഡ്രോയേഴ്സ് ആൻഡ് ഓർ ഷെൽഫ്സ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ഓർ ഷോയിങ് തിങ്സ്. എന്താണ്, അതായത് ഫർണിച്ചർ എന്താണ്, എ പീസ് ഓഫ് ഫർണിച്ചർ വിത്ത് ഡോസ് അല്ലെങ്കിൽ ഡ്രോയർ ആവാം, ഷെൽസ് ആവാം. എന്താണ് അത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റുള്ള തിങ്സിനെ തമ്മിൽ എന്താണ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ക്യാബിനെറ്റ് എന്ന് പറയുന്നത്. But the new dinner set was displayed in the kitchen cabinet. ന്യൂ ഡിന്നർ സെറ്റ്, പുതിയ ഡിന്നർ സെറ്റ് എവിടെയാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്, കിച്ചൺ ക്യാബിനറ്റിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഡ്രോയർ ആവാം, ഷെൽസ് ആവാം, ഇല്ലെങ്കിൽ എന്താണ് നമുക്കിങ്ങനെ ഓഫീസ് സ്പേസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ, വർക്ക് സ്പേസ്. അപ്പോൾ ഒരാളിരിക്കുന്ന വർക്ക് സ്പേസ് അത് എന്താണ് അതിന് മറ്റൊരു സ്പേസുമായിട്ട് വേർതിരിക്കും അല്ലേ, അങ്ങനെയുള്ള ക്യാബിനറ്റ്സ്. അപ്പോൾ അതാണ് ക്യാബിനറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് കാർഗോ. കാർഗോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗുഡ്സ് ക്യാരീഡ് ഓൺ എ ഷിപ്പ്, എയർക്രാഫ്റ്റ് ഓർ മോട്ടോർ വെഹിക്കിൾ. എന്താണ്, ഷിപ്പിലോ എയർക്രാഫ്റ്റിലോ മോട്ടോർ വെഹിക്കിളിലോ ഒക്കെ ക്യാരി ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കാർഗോ എന്ന് പറയുന്നത്. ഓക്കെ, കാർഗോ. അപ്പോൾ ഇവിടെ നോക്കുക, ഹ്യൂജ് കണ്ടെയ്നേഴ്സ് വേർ യൂസ്ഡ് ഫോർ ദി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ബൾക്ക് കാർഗോ. ഓക്കെ, അപ്പോൾ കാർഗോ എന്ന് പറഞ്ഞാൽ ഷിപ്പിലോ എയർക്രാഫ്റ്റിലോ മോട്ടോർ വെഹിക്കിളിലോ ഒക്കെ ക്യാരി ചെയ്യുന്ന ഗുഡ്സിനെയാണ് കാർഗോ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയും വേർഡ്സ് ഒന്നുകൂടെ നോക്കാം. ബെലോസ്. ബെലോസ് എന്താണെന്ന് പറഞ്ഞു, ആൻ എക്യുപ്മെൻറ്റ് ദാറ്റ് ബ്ലോസ് എ സ്ട്രോങ് കറണ്ട് ഓഫ് എയർ ടു മേക്ക് ഫയർ ബേൺ മോർ ഫിയേഴ്സ്ലി. ആരാണ് ഇത് യൂസ് ചെയ്യുന്നത്, ബ്ലാക്ക് സ്മിത്ത്. ദ ബ്ലാക്ക് സ്മിത്ത് വർക്ക്ഡ് വിത്ത് ദി ബെലോസ് ടു മേക്ക് ദി പീസ് ഓഫ് അയൺ ഹോട്ട്. ബോയ്ക്കോട്ട് എന്താണ്, ടു റെഫ്യൂസ് ടു ബൈ, അതായത് യൂസ് ഓർ ടേക്ക് പാർട്ട് ഇൻ സംതിങ് ആസ് എ വേ ഓഫ് പ്രൊട്ടസ്റ്റിംഗ് എന്നാണ് പറഞ്ഞത്. അതായത് ബഹിഷ്കരിക്കുക എന്നുള്ളത് അല്ലേ. അടുത്തത് ബ്രാമ്പിൾ. ബ്രാമ്പിൾ എന്താണ്, എ പ്രിക്ലി ഷ്രബ് ഓഫ് ദി റോസ് ഫാമിലി. റോസ് ഫാമിലിയിൽ വരുന്ന മുള്ളുകളുള്ള എന്താണ് ഷ്രബ്സിനെയാണ് ബ്രാമ്പിൾ എന്ന് പറയുന്നത്. ബ്രോണി എന്ന് പറഞ്ഞാൽ ഹാവിങ് സ്ട്രോങ് മസിൽസ്, സ്ട്രോങ് മസിൽസ് ഉള്ള ആളെയാണ് ബ്രോണി. ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ എ പീസ് ഓഫ് ഫർണിച്ചർ വിത്ത് ഡോർസ്, ഡ്രോയേഴ്സ് ആൻഡ് ഷെൽസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ഓർ ഷോയിങ് തിങ്സ്. അതിനെയാണ് ക്യാബിനറ്റ് എന്ന് പറയുന്നത്. കാർഗോ എന്താണ്, ഗുഡ്സ് ക്യാരിഡ് ഓൺ എ ഷിപ്പ്, എയർക്രാഫ്റ്റ് ഓർ മോട്ടോർ വെഹിക്കിൾ, അതാണ് കാർഗോ. അടുത്ത വേർഡ് ചാഫ്. ചാഫ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹങ് ഓഫ് ഗ്രെയിൻ സെപ്പറേറ്റഡ് ഡ്യൂറിങ് ത്രഷിങ്. അതായത് നമ്മൾ പറയില്ലേ ഈ നെല്ലും പതിരൊക്കെ വേർതിരിക്കുക, ചാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിര് എന്നാണ് അർത്ഥം കേട്ടോ. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു സെപ്പറേറ്റ് ദി ചാഫ് ഫ്രം ദി ഗ്രെയിൻ. എന്താണ്, നെല്ലും പതിരും വേർതിരിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പോൾ പതിര് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ചാഫ് എന്ന് പറയുന്നത് പതിര്. ഓക്കെ, അടുത്തത് ചാർജ്. ചാർജ് എന്താണ്, ടു റഷ് ഫോർവേഡ് ഓർ അറ്റാക്ക്. എന്താണ്, നമ്മൾ ചാർജ് എന്ന് പറയുമ്പോൾ എന്താണ്, പോലീസുകാരൊക്കെ പറയുന്നത് കണ്ടിട്ടില്ലേ, ഫോഴ്സിനോട് ചാർജ് എന്ന് പറയുമ്പോൾ എന്താണ്, ദ പ്ലാൻ വാസ് ടു ചാർജ് അറ്റ് ദി എനിമി ഫോഴ്സസ്. എനിമി ഫോഴ്സിനെ നേരിട്ട് ചാർജ് ചെയ്യുക, ആ ഒരു മീനിങ് തന്നെയാണ് അറ്റാക്ക് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അറ്റാക്ക്. അടുത്തത് ചേസ്. ചേസ് എന്താണ്, ദ ആക്ട് ഓഫ് റണ്ണിങ് ആഫ്റ്റർ സംതിങ് ക്വിക്ലി ആൻഡ് കീപ് ഓർ ഹോൾഡ് ഇറ്റ്. എന്താണ്, അതായത് ഇപ്പം നമ്മൾ പറയും അല്ലേ, ഒരു കള്ളനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അവരെ ചേസ് ചെയ്യും എന്ന് പറയില്ലേ, പോലീസുകാരൊക്കെ ചേസ് ചെയ്യുക. അപ്പോൾ അത് തന്നെയാണ്. ദ തീഫ് വാസ്
കോട്ട് ആഫ്റ്റർ എ ഷോർട്ട് ആൻഡ് ഫ്രാൻറ്റിക് ചേസ്. ഒരു എന്താണ് ഷോർട്ട് ആൻഡ് ഫ്രാൻറ്റിക് ചേസിന് ശേഷമാണ് കള്ളനെ പിടിച്ചത് അല്ലേ. അപ്പോൾ ആ ഒരു ചേസ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഈ ചേസും. അടുത്തത് ചിങ്ക്. ചിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എ നാരോ ഓപ്പണിംഗ് ദാറ്റ് ലെറ്റ്സ് ലൈറ്റ് ത്രൂ. ഓക്കെ, പ്രകാശം കടത്തിവിടുന്ന ഒരു ചെറിയ ഓപ്പണിംഗ്. ഇവിടെ നോക്കുക, ഹി ലുക്ക്ഡ് ത്രൂ ദി ചിങ്ക് ഇൻ ദി ഡോർ. അവൻ ആ ഡോറിലെ ചിങ്കിലൂടെ നോക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ചെറിയൊരു നാരോ സ്പേസ്, നാരോ ഓപ്പണിംഗ് ഉണ്ട്, ലൈറ്റ് കടന്നു പോകാൻ പാകത്തിലുള്ള ചെറിയൊരു ഓപ്പണിംഗ്, അതിനെയാണ് നമ്മൾ ചിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇവിടെ വരുന്നത്. ഇനി അടുത്തത് നമ്മൾ എടുത്തിട്ടുള്ളത് 10th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ വരുന്ന കുറച്ച് എന്താണ് സിനോണിംസ് ആണ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടത് മാത്രമാണ് നമ്മൾ പറയുക കേട്ടോ. ഓക്കെ, എല്ലാം പറയുന്നില്ല, പ്രധാനപ്പെട്ടത് മാത്രമാണ് പറയുന്നത്. ആദ്യത്തേത് അഗ്രസീവ്. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിക്കറസ് ഓർ ക്വാറൽസം. എന്താണ് മീനിങ്? വിക്കറസ് അല്ലെങ്കിൽ ക്വാറൽസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രമാസക്തമാവുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അക്രമാസക്തമാവുക. ഓക്കെ, അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്രമാസക്തം. ആ വേർഡ് പറയുമ്പോൾ തന്നെ അഗ്രസീവ്, അക്രമം, അക്രമം, അഗ്രസീവ് ഒരുപോലെയല്ലേ പറയുമ്പോൾ. അപ്പം അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്രമാസക്തമാവുക. വിഗറസ്, ക്വാറൽസം എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അടുത്തത് ബ്ലെൻഡഡ്. ബ്ലെൻഡഡ് എന്താണ്? അത് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. കലർത്തുക അല്ലെ, മിക്സ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. ബ്ലെൻഡഡ് എന്താണ്? മിക്സ് ചെയ്തു, മിക്സഡ്. പുട്ട് ടുഗെദർ, കലർത്തി എന്നുള്ള ഒരു മീനിങ് ആണ്. മിക്സഡ്, പുട്ട് ടുഗെദർ. ഓക്കെ, ബ്ലെൻഡഡ് എന്ന് പറയുന്നത്. അടുത്തത് ബോവർ. ബോവർ എന്താണ്? എ പ്ലസന്റ് ഷെയ്ഡി പ്ലേസ് അണ്ടർ ട്രീസ്. മരത്തിനടിയിലുള്ള ഷെയ്ഡി പ്ലേസ്, അതായത് നമ്മൾ പറയുന്ന വള്ളിക്കുടില്, പൂങ്കാവനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് ബോവർ എന്ന് പറയുന്നത്. ഓക്കെ, പൂങ്കാവനം അല്ലെങ്കിൽ വള്ളിക്കുടിൽ. നമ്മൾ എന്താണ് ഷെയ്ഡി പ്ലേസ്, മരത്തിനടിയിലുള്ള ഷെയ്ഡി പ്ലേസിൽ നമ്മൾ പോയി ഇരിക്കുന്നില്ലേ, അപ്പോൾ അതിനെയാണ് നമ്മൾ ബോവർ എന്ന് പറയുന്നത്. ഓക്കെ, വള്ളിക്കുടിൽ, പൂങ്കാവനം എന്നുള്ള മീനിങ് ഒക്കെ ഉണ്ട്. അടുത്തത് ഡെഫിയൻസ്. ഡെഫിയൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡെഫിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർപ്പ് എന്നാണ് കേട്ടോ. മീനിങ് എന്ന് പറയുന്നത് എന്താണ്? എതിർപ്പാണ്. അപ്പോൾ എന്താണ്? റെസിസ്റ്റൻസ്, ഓപ്പോസിഷൻ എന്നുള്ള മീനിങ് ഒക്കെയാണ് കേട്ടോ. എന്തൊക്കെയാണ്? റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ്, ഓപ്പോസിഷൻ. ഓക്കെ, ഓപ്പോസിഷൻ എന്നുള്ള മീനിങ് ഒക്കെയാണ് ഡെഫിയൻസിൽ വരുന്നത്. അടുത്തത് ഡെൽവ്. ഡെൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കുക, അതായത് ടു സെർച്ച് തറോലി ആൻഡ് കെയർഫുള്ളി. ടു സെർച്ച് തറോലി ആൻഡ് കെയർഫുള്ളി, അതാണ് ഡെൽവ്. ഓക്കെ, അന്വേഷിക്കുക എന്നുള്ള മീനിങ് ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡാണ് ഗ്ലിൻറ്റ്. ഗ്ലിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിളക്കമാണ്. എ ഷോർട്ട് ഫ്ലാഷ് ഓഫ് ലൈറ്റ്. ഓക്കെ, ഷോർട്ട് ഫ്ലാഷ് ഓഫ് ലൈറ്റ്, തിളക്കം എന്നുള്ളൊരു മീനിങ് ആണ്. അടുത്തത് ഗ്ലിസ്റ്റൻഡ്. ഗ്ലിസ്റ്റൻഡ് എന്താണ്? തിളങ്ങി, അതായത് ഷോൺ ലെസ്റ്ററസ്ലി. എന്താണ്? തിളങ്ങി എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ഗ്ലിസ്റ്റൻഡ്, ഷോൺ ലെസ്റ്ററസ്ലി. അടുത്തത് ഗ്രീവ്. ഗ്രീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീൽ ഇൻറ്റൻസ് സോറോ, അതായത് ഭയങ്കരമായിട്ടുള്ള ദുഃഖം. ഓക്കെ, ദുഃഖം എന്നുള്ളതാണ് ഗ്രീവ്. ഫീൽ ഇൻറ്റൻസ് സോറോ. ഓക്കെ, വളരെയധികമുള്ള ദുഃഖത്തെയാണ് ഗ്രീവ് എന്ന് പറയാം. ഇനി ഗ്രോവ് എന്താണ്? മാറിപ്പോരുത്. ഗ്രീവ് എന്ന് പറഞ്ഞാൽ ഫീൽ ഇൻറ്റൻസ് സോറോ. ഗ്രോവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടം എന്നുള്ള അർത്ഥമാണ്. എ സ്മോൾ വുഡ് ഓർ അതർ ഗ്രൂപ്പ് ഓഫ് ട്രീസ്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് ട്രീസ് അല്ലെങ്കിൽ സ്മോൾ വുഡ് അല്ലെങ്കിൽ ഒരു ചെറിയ തോട്ടം എന്നുള്ളൊരു മീനിങ് ആണ് ഗ്രോവ്. ഗ്രീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖം. ഫീൽ ഇൻറ്റൻസ് സോറോ, ദുഃഖിക്കുക എന്നുള്ള അർത്ഥമാണ് ഗ്രീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത വേർഡാണ് ഹേൾ. ഹേൾ എന്ന് പറയുന്നത് HURL. ഹേൾ എന്ന് പറയുന്നത് എന്താണ്? ടു ത്രോ ഓർ ഫ്ലിങ് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ് ഓർ വിഗർ. നല്ല ഫോഴ്സിൽ ത്രോ ചെയ്യുക. ഓക്കെ, എറിയുക എന്നുള്ള മീനിങ് ആണ് ഹേൾ എന്ന് പറയുന്നത് കേട്ടോ. എറിയുക. ഹേൾ എന്താണ്? എറിയുക. ടു ത്രോ ഓർ ഫ്ലിങ് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്, അതാണ് ഹേൾ. അടുത്തത് ലാമെൻറ്റ്. ലാമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാഷനേറ്റ് എക്സ്പ്രഷൻ ഓഫ് ഗ്രീഫ് ഓർ സോറോ. ഇങ്ങനെ എന്താണ്? ദുഃഖമൊക്കെ വരുന്ന സമയത്ത് ഒരു പ്രത്യേക എക്സ്പ്രഷൻ ഇട്ട് നമ്മൾ വിലപിക്കുക എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് നമ്മൾ ലാമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വിലപിക്കുക എന്ന് പറയുന്നതിനെയാണ് ലാമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡാണ് മെസ്മറൈസ്. മെസ്മറൈസ് എന്താണ്? മെസ്മറൈസ് എന്ന് പറഞ്ഞാൽ ടു ഹിപ്നോട്ടൈസ്. ടു ഹിപ്നോട്ടൈസ് എന്ന് പറഞ്ഞാൽ ഓർമ്മിപ്പിക്കാൻ. ഓക്കെ, ഓർമ്മിപ്പിക്കൽ എന്ന് പറയുന്നതിനെയാണ് ടു ഹിപ്നോട്ടൈസ്. എന്താണ്? ഓർമ്മിപ്പിക്കൽ. ഓക്കെ, ഓർമ്മിപ്പിക്കൽ, ടു ഹിപ്നോട്ടൈസ്, മെസ്മറൈസ്. അടുത്ത വേർഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡാണ് നോക്കുക, സ്ക്വാബിൾ. ഓക്കെ, സ്ക്വാബിൾ. സ്ക്വാബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എ മൈനർ ഫൈറ്റ് ഓർ ആർഗ്യുമെൻറ്റ്. ഓക്കെ, ഒരു മൈനർ ഫൈറ്റ് അല്ലെങ്കിൽ
ആർഗ്യുമെൻറ്റിനെയാണ് സ്ക്വാബിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്ക്വാബിൾ എന്ന് പറഞ്ഞാൽ? ക്വാറൽ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്, അതാണ് എന്താ സ്ക്വാബിൾ, അതായത് കലഹിക്കുക അല്ലെങ്കിൽ എന്താണ് വാക്ക് തർക്കത്തിൽ ഏർപ്പെടുക, അതിനൊക്കെയാണ് സ്ക്വാബിൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡാണ് റൈറ്റ് എന്ന് പറയുന്നത്. WRITHE, റൈറ്റ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിഗിൾ അല്ലെങ്കിൽ ഫ്ലൗണ്ടർ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. റിഗിൾ അല്ലെങ്കിൽ ഫ്ലൗണ്ടർ. ഓക്കെ, ടു ട്വിസ്റ്റ് ദി ബോഡി എബൌട്ട്. ഓക്കെ, വൺ വേർഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ കൊടുക്കാം? റിഗിൾ എന്ന് കൊടുക്കാം. WRIGGLE, റിഗിൾ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഫ്ലൗണ്ടർ എന്ന് കൊടുക്കാം. ടു ട്വിസ്റ്റ് ദ ബോഡി എബൌട്ട് ഓർ സ്ക്വിറം ആസ് ഇൻ പെയിൻ വയലൻറ്റ് എഫേർട്ട്. അതായത് നമുക്ക് ദേഷ്യം വന്നിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വേദനയൊക്കെ എടുത്തിട്ട് നമ്മുടെ ശരീരം ഇങ്ങനെ നമ്മളെ പൊളഞ്ഞു എന്നൊക്കെ പറയും. നമ്മൾ വേദന കൊണ്ട് പുളയുക എന്നൊക്കെ പറയില്ലേ, ആ പുളയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളയുക എന്നുള്ള മീനിങ് ആണ്. ടു ട്വിസ്റ്റ് ദി ബോഡി എബൌട്ട്. ഓക്കെ, പെയിൻ കൊണ്ടോ അല്ലെങ്കിൽ വയലൻ്റ് ആയിട്ടോ ഒക്കെ നമ്മൾ ശരീരം നമ്മുടെ വളഞ്ഞു പൊളഞ്ഞു പോവുക. ഓക്കെ, പുളയുക, അതാണ് റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിഗിൾ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ തഫ്റ്റ് എന്ന് പറയുന്നത് ബഞ്ച് അല്ലെങ്കിൽ ക്ലസ്റ്റർ, കളക്ഷൻ, ആ വേർഡും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. തഫ്റ്റ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ബഞ്ച്, ക്ലസ്റ്റർ അല്ലെങ്കിൽ കളക്ഷൻ എന്നുള്ള മീനിങ് ആണ് തഫ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ റെഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവേഴ്സ്, ലീവ്സ് ഓർ സ്റ്റെംസ്. റെഡ്സ് അല്ലെങ്കിൽ റീഡ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും വേർഡ്സ് ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ വേർഡ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക. ഓക്കെ.